അപ്പൊ ഇന്ന് ഞങ്ങൾ എന്തിനാ വന്നത്? ഇന്ന് മോണ്ടൻ സൂത മുറിക്കാൻ പോകണം. അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ ചൂണ്ട കിട്ടി. ചൂണ്ട കിട്ടിയ അതെ ചൂണ്ട കിട്ടിയ മൗണ്ടൻ പ്രോ ഷെഫ്. കുറച്ച് വേണം. മോണിട്ടർ ഒരു കില്ലാടി തന്നെ. എന്താ ഇപ്പൊ എന്താ ഇത് മുട്ട മീൻ മുറിച്ചിട്ട് തല കാണിച്ചു കൊടുത്ത് എടുത്തിട്ട് തല കയറിയാക്കി ഇറച്ചികളി. ഇനി അടുത്ത ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? കഴുകാൻ പോവാ. ഇതില് നിന്നെ കാണുന്നുണ്ടോ? ഇതിന് ശേഷം ഞങ്ങള് എന്ത് ചെയ്യും? ഫ്രൈ ചെയ്യും. ഇതൊരു പാർട്ടാണ്. അടുത്ത പാർട്ടിൽ കാണിക്കട്ടോ. ഫിഷ് ഫ്രൈയിലേക്ക് ബാക്കി കുറച്ച് നമുക്ക് ഫ്രിഡ്ജിലെടുത്തൊക്കെ നാളെ കറിയൊക്കെ ഉണ്ടാവും, ഒഴിക്കാണ്ടാവും. അച്ഛമ്മ കുണുക്കുണു വരും. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആകെ 5 എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് എന്തൊക്കെ മസാലയാ വേണ്ടത്? എന്നാലും പറയും, എന്നിട്ട് നമുക്ക് കാണിക്കാം. പറയൂ എന്തൊക്കെ മസാലകളാ വേണ്ടത്? ഇതില് മഞ്ഞൾപ്പൊടി, ഇതില് നോക്കി പറയൂ. മസാല, പിന്നെന്താ വേണ്ടേ? പിന്നെ ചിക്കൻ മസാല. ഓക്കെ. പിന്നെ എന്താ പറയാ, ഇത് ഓന്റെ രീതി കേട്ടോ ഗൈസ്. കുരുമുളക്, ഉപ്പ്, പിന്നെ തക്കാളി നേരത്തെ പറഞ്ഞു. തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുരുമുളക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. തൈര് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചെയ്യാം. ഈ കിച്ചണിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തതിലിട. എല്ലാ മസാലാസും മൂന്നിട്ടിടും അല്ലേ? അതാ ഞങ്ങളിനി മസാല തേക്കുന്ന വീഡിയോ. ഇനി അടുത്ത ഞങ്ങള് മസാല തേക്കുന്ന വീഡിയോ ആയിട്ട് വരാം. ഗായ്സ്, മോനിട്ട ഇവിടെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അരിഞ്ഞിട്ട് ഓൻ എന്ത് ചെയ്യും? ഈ മിക്സിന്റെ ജാറിലേക്ക് ഇടും എല്ലാ ഇൻഗ്രീഡിയൻസും. ഇതിലിപ്പോ എന്തൊക്കെ ഇട്ട് മോനിട്ടാ? ഇതില് കൊണ്ടാട്ടമുളക് പൊരിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് അതിന് തക്കാളിയും മുളകും ചെറുള്ളി ഇപ്പൊ ഇട്ടോണ്ടിരിക്കട്ടെ. പിന്നെ ഇടാനുള്ളത് ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളി മാത്രമേ. ഇഞ്ചി പിന്നെ കറിവേപ്പില, ഇത്രയും കറിവേപ്പില അതിലിടണം. പക്ഷെ ഒറ്റ മാത്രം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്യും. യെസ്. എന്താ പറയാ, മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. ഇടാൻ പോട്ടെ. കണ്ടോ? വയ്യാണ്ട് ഗൈസ്. അതെ, കഷ്ടപ്പാട് വയ്യാണ്ട്. ക്യാമറ പുതിയ ഐഫോൺ 15 Pro എടുക്കണല്ലോ മുട്ട. ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട്, ഇതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഞങ്ങൾ ഐഫോൺ 15 Pro മേടിക്കും. 15 Pro ഇല്ലെങ്കിലും എന്തായാലും നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ മേടിച്ചിട്ട് ഞങ്ങൾ സൂപ്പർ, അതെ ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ ഇനിയും വീഡിയോ ചെയ്യും. നിങ്ങളൊക്കെ വെറുപ്പിക്കും ഞങ്ങൾ.
അല്ലേ? വെറൈറ്റി വെള്ളം കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് അറിയൂല ഈ വെള്ളം. എന്താ അത് ഞാൻ പറയൂല. എന്തോ കേക്ക് ഇതാ എന്ത് ഉള്ളിവെള്ള വെളുത്തുള്ളിന്റെ വെളുത്തുള്ളി കഴിക്കുക വെള്ളേ വെളുത്തുള്ളി ഇടിച്ച വെള്ളം ഉണ്ടാവില്ലേ? ഈ എവിടുന്ന ഇടിച്ചതിന്? ഇടിച്ചല്ല, ഞാൻ പോയിച്ച് കണ്ടില്ല. കട്ടി ഉണ്ടാക്കി ആർക്കറിയാ? ഞാൻ ശ്രദ്ധിച്ചില്ല എന്താ ചെയ്തതാ. കുരുമുളകൊക്കെ ആ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് റെസിപ്പി ആർക്കും അറിയില്ല. ഇത്രയും വെള്ളം ഒഴിച്ച ഇതിട്ടോ ഗൈസ്. എന്താ പറയാ അതിന്റെ പേരെന്താ ചെയ്യുന്നത്? മുളക് മസാല, ചിക്കൻ മസാല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഒക്കെ റെഡിയാക്കാ. മഞ്ഞൾപ്പൊടി ഇട്ടു ഗൈസ്. അയ്യോ നാളെ കക്കൂസ് മുളക് പൊടി എന്തോരോ ഉണ്ട് മോണ്ടത്. ആരും കക്കൂസ് എണീക്കലുണ്ടാവില്ല കേട്ടത്. കുട്ടികളെ കാണാണേ. ആരും ടോയ്ലറ്റിൽ നിന്ന് എണീക്കലുണ്ടാവില്ല. അത് മതിയോ? ആരാ ഈ പറയണേ? നിങ്ങൾ കേട്ടോ കായ്? കുട്ടികളൊക്കെ കേൾക്കുന്ന കാണുന്ന വീഡിയോസ് ആണ്. കുറച്ച് വൃത്തിയോടെ പറയേ. എന്തോ കഥ. ഞാൻ എൻ്റെ വീട്ടിൽ നെത്തൽ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയാ അപ്പത്തെ അച്ഛമ്മ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നെത്തലൊക്കെ അരിഞ്ഞിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ പണിയൊക്കെ കഴിയുമ്പോഴത്തേനും വെളുത്തുള്ളി വെള്ളത്തില് നല്ല ടേസ്റ്റാ. മസാലക്കൂട്ട് മറ്റേ നേരത്തെ ഗ്രൈൻഡ് ചെയ്യുന്ന മസാല എല്ലാം കൂടി ഈ ഗ്ലാസ്സിൽ ഇട്ടിട്ട് മിക്സ് എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച മീനിലേക്ക് അറപ്പായി തോന്നും. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് ഇതല്ലേ. പക്ഷെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. മോണ്ടനൊരു കില്ലാടിയ. മോണ്ടൻ്റെ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ട്. ഇന്ത്യ മോനെ ജാതി സീന് പക്ഷെ അതിൽ സോസും കൂടി കൂട്ടി കഴിക്കണം അല്ലേ? അന്ന് ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ട് അവിടുന്ന് ഞങ്ങൾ സോസ് കൂട്ടി കഴിച്ചു. സീന് പറഞ്ഞാൽ സീനോട് സീന്, അമ്മൊരു സീന്. ഇങ്ങനെ കില്ലാടിയോ ഇപ്പോഴൊക്കെ കുക്ക് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് പഠിച്ചോന്നറിയാം. അല്ല അങ്ങനെ പറയാലോ നമുക്ക് അല്ലേ? ആഫ്റ്റർ മാരേജ് എന്ത് വേണമെങ്കിലും സംഭവിക്കാലോ. വെക്കാട്ടോ മീനെ പാത്രം കേട്ടോ. നമുക്ക് ഗ്യാസ് ചൂടായിക്കോട്ടെ കേട്ടോ ഗൈസ്. അപ്പൊ പാത്രം കഴിക്കട്ടോ. പാത്രം കഴിക്കഴിഞ്ഞു. ഒറ്റക്ക് മറ്റേ കുട്ടികളൊന്നും എന്താ തീയിൽ തൊട്ട് കളിക്കാൻ പാടില്ല. മോണ്ട പിന്നെ കുട്ടി അല്ലാത്തത് കൊണ്ടും കുഴപ്പമില്ല. അവൻ എത്ര പെട്ടെന്ന് കഴുകി കഴിയുന്നുണ്ടോ? അതാണ് ഒരു മാസ്റ്റർ ഷെഫിൻ്റെ ക്വാളിറ്റിയാണത്. ഈ വെള്ളത്തിലിടല്ലേ, പൊട്ടി തെറിക്കൂ. വെള്ളം പോകാണ്ടിട്ടാ പൊട്ടി തെറിക്കും മോണ്ടാ. എന്തിനാടങ്ങി ബിരിയാണിയുടെ ഡെമ്മൊക്കെ അറിയാം. അയ്യോ നല്ലോണം കേട്ടോ. അടുത്തുനിന്ന് വെക്ക്. ഇതിങ്ങനെ ഓരോന്നിങ്ങനെ
സ്മെല്ല് രക്ഷയില്ല കേട്ടോ ഗൈസ്. നല്ല സ്മെല്ല് മൂടില്ലേ മക്ക് വെക്കല്ല. അത് മക്ക ഇതിങ്ങള് ഇതാ കേക്ക് റിസൾട്ട് നോക്കണ്ടേ അത് വേണം. നല്ല ഗ്രേവി ഇടുന്ന കൊണ്ടുവരുന്നു. അടിപൊളി ഗ്രേവി. കുറച്ച് ഗ്രേവി ഇട്ട കേട്ടോ. നമുക്ക് പണിയുണ്ട്. നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഇതിന് കൂട്ടി വയ്ക്കാനേ. KGF അമ്മിട്ട് KGF ഇത് തുറന്നാ മണ്ണ അടിച്ച് കയറും ഗൈസ്. സ്മെല്ലുണ്ട്. നീ അത്ര ഇപ്പഴാ തുമ്മല് നിർത്തി. തുമ്മി 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 തുറക്കല്ലേട്ടാ ഗൈസ്. കുറച്ച് വിട്ട് കളഞ്ഞേക്ക്. അത്രയൊന്നുമില്ല. യാ മോനെ യാ കണ്ടാലേ മോനിട്ടനാണ് പ്രോ ഷെഫ്. ഞാൻ ഉള്ളി വാട്ടാൻ മാത്രം കൂടെ നിന്ന് ഞാൻ ചേച്ചിന്നാളെ വീഡിയോ നമുക്ക് രണ്ടാ കൂടി അപ്പന്നെ രസം ചെയ്യാൻ പോവാണ്. ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാണ്. ടേസ്റ്റിങ്ങില് കിടക്കുമ്പോണ്ട് അയ്യോ ഞാനാ മോണ്ട അത് പീസ് എടുത്ത് കൊണ്ടാ. പീസ് എടുത്തതാ നല്ല സാധന. എടുത്ത് പീസ് ചെയ്യ്. പീസ് ചെയ്യുന്നു. നല്ല ചൂടുണ്ട്. ഞാൻ നോക്കട്ടെ. അല്ല പുളിയുണ്ട് കഴിച്ചിട്ടോ. മുടിക്കാം ഇവിടെ ഉണ്ട്. അവിടെ സാധനം ഒന്നും പറയല. സീൽ സാധനം. ചോറിന് കൂടെയൊക്കെ എരിയുന്നുണ്ട്. പക്ഷെ കൊള്ളാട്ടോ. മോണ്ടലിന് ഞാനൊരു ഭാവി കാണുന്നു. അപ്പൊ നമ്മള് വീഡിയോ അവസാനിക്കുമ്പോൾ എന്താ പറയേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, കമന്റ് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പച്ചവെള്ളം ഷെയർ ചെയ്തിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം. പിന്നെ ഇവനൊരു മുതിർന്ന് വരുന്ന പ്രോ ഷെഫാണ്. എല്ലാവരും ഇവനോട് സപ്പോർട്ട് ചെയ്യുക. ആരവ് കൃഷ്ണ ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കുമ്പോ തരാം. എന്തായാലും ആ പേരേക്ക് ഉണ്ടാവും. എന്തായാലും ബൈ.